തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം മരിച്ച ചവറ സ്വദേശി വേണുവിൻ്റെ ഭാര്യ സിന്ധു റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇന്ന് UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. രണ്ടാമത്തെ ക്യാബിനറ്റിൽ നമുക്കൊരു 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരുന്നുണ്ട്. എങ്ങനെയാണ് സർക്കാർ തീരുമാനത്തെ കാണുന്നത്? അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം അതായത് LDF ഭരണ സമയത്താണ് ഹസ്ബൻഡ് മരണപ്പെട്ടത്. ആ സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് വന്നിട്ട് പോലും യാതൊരു നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ലായിരുന്നു. ഇത് ക്യാബിനറ്റിൽ ഞാൻ ഷിബു സാറിൻ്റെ കയ്യിലാണ് എൻ്റെ നിവേദനം കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ധനസഹായം അനുവദിച്ചു. ഒരുപാട് സന്തോഷം തോന്നി. നമുക്കിപ്പോൾ കേവലം ധനസഹായത്തിനപ്പുറത്തേക്ക് നമുക്ക് കുടുംബത്തിൻ്റെ എല്ലാം ആയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയ ഡോക്ടർമാർക്കെതിരെയും ആശുപത്രിയിലെ സംവിധാനങ്ങൾക്കെതിരെയൊക്കെ തന്നെ ഒരു നടപടിയും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ഉണ്ടാകണം. കാരണം വെച്ചാൽ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കേണ്ടവരാണ്. ഇനി ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം. അത് മാത്രമല്ല, എൻ്റെ 2 മക്കൾ പഠിക്കുവാണ്. അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു ജോലി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ UDF ഒപ്പം നിർത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു അനുകൂലമായൊരു മറുപടി ഇവിടുത്തെ മന്ത്രി കൂടിയായ ഷിബു ബേബി ജോണിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അനുകൂലമായി പരിഗണിക്കാമെന്നോ അദ്ദേഹം? തീർച്ചയായിട്ടും സാറ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സഹായം അനുവദിച്ചത് പോലും. സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. അന്നേരം സാർ ഒരു മീറ്റിങ്ങിലാണ്. സാർ എന്നെ വിളിച്ചു. സാർ ആദ്യമേ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ ഒരു ധനസഹായം ചരിത്രത്തിൽ ആദ്യമായിട്ട് സിന്ധുവിനാണ് ആദ്യം കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് സാറേ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞത്, സർക്കാർ ജോലി നമുക്ക് എന്തായാലും ഓരോ ഘട്ടമായിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജോലിയും ഒപ്പം തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഈ സർക്കാർ ആക്കിത്തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നിലവിൽ ഈ തുക കിട്ടിയതൊക്കെ വലിയ ആശ്വാസമാണല്ലോ അല്ലേ നമ്മളെ സംബന്ധിച്ച് ഒന്ന് മുന്നോട്ട് പോകാൻ? അതെ, അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ എന്നോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും പുതിയ UDF സർക്കാർ ഒപ്പമുണ്ടെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ തുക അനുവദിച്ചത് വലിയ ആശ്വാസമായി കാണുന്നു. ഒപ്പം തന്നെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ഒരു തൊഴിൽ, വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചൊരു തൊഴിൽ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി, അതൊക്കെയാണ് സിന്ധു എന്തായാലും ആവശ്യപ്പെടുന്നത്. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.